Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സമൂസ ഷീറ്റ്, റോൾ ഷീറ്റ് എന്നിവ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഒറ്റ പരത്തലിൽ 20 ഷീറ്റ് വരെ നമ്മൾക്ക് തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കൂടാതെ ഈ ഷീറ്റ് വെച്ചിട്ട് റോളും സമൂസയും എങ്ങനെ പെർഫെക്റ്റായി ഉണ്ടാക്കാമെന്നും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സമൂസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് കേട്ടോ, മൈദപ്പൊടി. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഒന്ന് നല്ല പോലെ എല്ലാ സ്ഥലത്തും എത്തത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതിനെ നമ്മൾക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് മാവായിട്ട് തന്നെ നമ്മൾക്ക് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ആ പാകത്തിലായി കിട്ടിയാൽ മതി. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രൊസീജിയർ. ഇതാ ഇങ്ങനെ ഇത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ മതി. എന്നിട്ട് നമ്മൾക്ക് അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോൺലെസ് ചിക്കനാണ് 2 പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മദ്രാസ് കറി പൗഡറില്ലേ ഇപ്പോൾ ഞാൻ കാണിച്ചത്, അതും മല്ലിപ്പൊടിയും കൊറിയാണ്ടർ പൗഡർ ഇല്ലേ അതാണ് കേട്ടോ, മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്തിട്ട് ഉപ്പുപൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഇതിനെ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. നമ്മളുടെ ചിക്കൻ എത്രയൊക്കെ ഉണ്ടോ അതിനനുസരിച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് 2 സവാളയാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അതിലേക്ക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് വേണ്ടത്. ഇത് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇവിടെ തണുപ്പായത് കാരണം അത് കട്ട പിടിച്ചിരിക്കാണ്, അതുകൊണ്ട് സ്പൂണിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ, തേങ്ങ എണ്ണയിൽ അത് ഒഴിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഈ സവാള അരിഞ്ഞു വെച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് വഴറ്റാം. നല്ലോണം വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് അകത്ത് വെക്കുന്ന ഫില്ലിങ്സ് അല്ലേ, അപ്പോൾ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് പിന്നീട് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു 1 ടേബിൾ സ്പൂൺ വരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, അതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമ്മൾക്ക് ഇതുപോലെ വഴറ്റി കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പൗഡറുകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഏതൊക്കെ പൊടികളാണെന്ന് പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഗരം മസാല പൗഡറാണ്, അതും ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലേനെ ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൗഡർ, അതൊരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചതിൻ്റെ മസാലക്കൂട്ടില്ലേ അതാണ് കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അത് മദ്രാസ് കറി പൗഡറില്ലേ അതൊരു 1/2 ടീസ്പൂണും പിന്നീട് ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടിയും സെയിം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് അത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ ചിക്കനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പൾസായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി, എന്നാലേ ഇങ്ങനെ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് മല്ലിയിലയാണ് ഒന്ന് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുള്ളത്. നമ്മളുടെ ഫില്ലിങ്സ് ഇതോട് കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫില്ലിങ്സ് ഉണ്ടാക്കിയാൽ. ഇതാ നമ്മളുടെ മാവ് ഇവിടെ നല്ല സെറ്റായി കിടക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതിനെ ബോൾസ് ആക്കി എടുക്കണം. ആദ്യം അതിനെ ഒരു 9 ബോൾസാണ് ഞാനിവിടെ ആക്കിയെടുക്കുന്നുള്ളത്. നമ്മളുടെ
ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലും ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ 9 ബോൾസാണ് ആക്കി അടിച്ചിട്ടുള്ളത്. 1-ൽ 4ഉം 1-ൽ 5ഉം അങ്ങനെ വിധത്തിലാണ് ഞാൻ ഇതിനെ തയ്യാറാക്കി എടുക്കുന്നുള്ളത്. 2-ലും 5 തന്നെ വരികയാണെങ്കിൽ നമ്മൾക്ക് 20 പീസ് വരെ ഇതിൻ്റെ ഷീറ്റ് കിട്ടും. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് നമ്മൾക്ക് ഒന്ന് പൊടി ഇവിടെ വിതറി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ 5 എണ്ണം ഞാൻ ഒരേ സൈസിലാക്കി പരത്തിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഫുള്ളായിട്ട് പരത്തേണ്ടെന്ന് ആവശ്യമില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം ഞാനിത് കട്ടിയിൽ പരത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ 5 ബോൾസും സെയിം പ്രൊസീജിയർ തന്നെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് സൺഫ്ലവർ ഓയിലില്ലേ അത് ഇങ്ങനെ തൂവി കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മേലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് മൈദപ്പൊടി തന്നെയാണ് കേട്ടോ. ഓൾ പർപ്പസ് ഫ്ലോർ അത് ഒന്നിങ്ങനെ തൂവി കൊടുക്കാം. ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിൽ, എന്നിട്ട് മൈദപ്പൊടി ഇതുപോലെ തൂവി കൊടുക്കാം. അതിനുശേഷം ഓരോ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള അവിടെ ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടില്ലേ അത് ഓരോന്നും നമ്മൾക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ ഷീറ്റ് റെഡിയായതിന് ശേഷം ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് മൈദപ്പൊടി തൂവി കൊടുക്കുന്നുള്ളത് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലവും ഒരുപോലെ ലെവലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇതിനെ ഒന്ന് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത 4 അത് സെയിം പ്രൊസീജിയർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ആദ്യം ചെയ്തത് അവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് ചെയ്തത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത്രത്തോളം റെസ്റ്റ് ചെയ്താൽ മതി, കൂടുതലൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒരേ ലെവലിലാക്കിയിട്ട് എത്രക്കും കനം കുറച്ചിട്ട് നമ്മൾക്ക് പരത്താൻ പറ്റുമോ അത്രക്കും കനം കുറച്ചിട്ട് കട്ടി കുറച്ചിട്ട് നമ്മൾക്ക് ഇതിനെ പരത്തിയെടുക്കാം. നമ്മളുടെ സാധാരണ ചപ്പാത്തി നമ്മളുടെ കയ്യിൽ ഏത് പാനാണോ എത്രക്കുള്ള വലുപ്പമുള്ള പാനാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് വലുപ്പമാക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്തുള്ള പാന് കറക്റ്റ് പാകമായിട്ട് ഞാൻ ഇവിടെ പരത്തിയടിച്ചിട്ടുണ്ട്. ഉള്ളതിൽ വലുപ്പമുള്ള പാനാണ് ഇത്. അപ്പോൾ അതിലേക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഇതിന് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. തീ കൂട്ടിയിട്ടൊന്നും വെക്കരുത്. ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത ഹാഫ് കുക്ക് ആയതിനു ശേഷം മറ്റേ സൈഡ് തിരിച്ചിട്ടെടുത്തിട്ട് ഹാഫ് കുക്കാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം. എന്നിട്ടാണ് നമ്മൾക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ഷീറ്റായിട്ട് നല്ല നൈസായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടൂലേ കടയിൽ നിന്നൊക്കെ, അതുപോലെ തന്നെയുള്ള ഷീറ്റ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ ഒരേ ലെവലിലായിരിക്കണം ഇത് പരത്തിയെടുക്കേണ്ടത്. എൻ്റെ ലെവൽ കുറച്ച് കുറഞ്ഞത് കൊണ്ട് ദാ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. അതൊന്നും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഷേപ്പൊക്കെ കുറച്ച് മാറിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതാ ഞാൻ ഇവിടെ ഓപ്പണാക്കി കാണിച്ച് തരാം. എന്താ കണ്ടില്ലേ, ഇത്രക്കും നൈസായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങൂലേ അതിനേക്കാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടൊക്കെ പോലും. അപ്പോൾ ഇതങ്ങനെ ഒന്നും ആവത്തില്ല കേട്ടോ, നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ നമ്മൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സമൂസ ഷീറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാൻ രണ്ടാമത്തെ ഷീറ്റാണ് തയ്യാറാക്കുന്നുള്ളത്. നമ്മൾ സ്ക്വയർ ടൈപ്പിലാക്കിയിട്ട് സൈഡൊക്കെ അത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല. നമ്മൾക്ക് ഇതിൽ നിന്ന് 3 നീളത്തിലുള്ള സമൂസൻ്റെ പെർഫെക്റ്റ് ഷീറ്റിലെ നീളത്തിലുള്ള അത് 3 ഷീറ്റായിട്ട് നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ 2 എണ്ണം മാത്രമായിട്ടാണ് എടുക്കുന്നുള്ളത്. ഞാനിതിൽ റോള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 ആക്കിയിട്ട് എടുക്കുന്നുള്ളത്. നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല നൈസായിട്ടുള്ള തെളുപ്പായിട്ടുള്ള മറ്റേ നീളത്തിലുള്ള ഷീറ്റ് 3 എണ്ണമായിട്ട് എടുക്കാം. അപ്പോൾ ഒന്നിൽ ഇത് 4 ചപ്പാത്തിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 4 2 8 3 12 കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ വെറും 2 കപ്പ് മൈദപ്പൊടി കൊണ്ട് ഓൾ പർപ്പസ് ഫ്ലോർ കൊണ്ട് 32 ഷീറ്റ് വരെ ഇതുപോലെ നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ എത്രക്കും നൈസായിട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഷീറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന്. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ടുള്ള സമൂസയും റോളും
ചിക്കൻ സ്പ്രിംഗ് റോളാണ് കേട്ടോ ഞാൻ പിന്നെ ഉണ്ടാക്കുന്നുള്ളത്. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷീറ്റ് നമ്മൾക്ക് എങ്ങനെ ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ മടക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ്സ് നമ്മൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതിനെ വെച്ചുകൊടുക്കാം. ഈ മദ്രാസ് കറി പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക തരം ഫ്ലേവറാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസയാണ് നമുക്കിവിടെ കിട്ടുന്നുള്ളത്. ഇതിൻ്റെ ഷേപ്പ് നമ്മൾക്ക് എങ്ങനെയൊക്കെ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾക്കതിനെ മടക്കി കൊടുക്കാം കേട്ടോ. ഇത് ഞാനിതാ റോളാക്കി എടുക്കുന്നതാണ്. അതിൻ്റെ വലിയ ഷീറ്റില്ലേ അതിനെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ മടക്കി കൊടുത്തു. എന്നിട്ട് ഞാനിതാ മടക്കി കൊടുക്കുന്നത് ഒന്ന് കണ്ടോ. ഒന്നിന് ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും മടക്കിയതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് മൈദയുടെ പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നുള്ളത്. മൈദനെ വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ടുള്ളത് ഓൾ പർപ്പസ് ഫ്ലോറിനെ. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തേക്കും നമ്മൾ ഈ ഷീറ്റിലേക്ക് ഇതുപോലെ മൈദ പേസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം. എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ കിടക്കുള്ളൂ. അത് വെന്ത് വരുമ്പോഴും ഓപ്പൺ ആയിട്ടൊന്നും പോവില്ല. നമ്മളുടെ സ്പ്രിംഗ് റോളും റെഡി, ചിക്കൻ സമൂസയും റെഡി. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഒന്ന് പൊരിച്ചെടുത്താലോ. അപ്പോൾ നല്ലോണം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാനിത് എൻ്റെ ഓയിൽ കുറേ സമയമായിട്ട് നല്ലോണം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലോണം ചൂടായിട്ട് ഇതിടുമ്പോൾ ഇതിലേക്ക് ബബിൾസൊക്കെ ആയിട്ട് വരും. നമ്മൾ തയ്യാറാക്കുന്നുള്ള റോളിലേക്കായാലും ചിക്കൻ സമൂസയിലേക്കാണെങ്കിലും ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ കുറേ നേരം തീ കൂട്ടി വെച്ചിട്ട് അതിലേക്ക് പെട്ടെന്ന് സമൂസ ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അത്രേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് തിരിച്ചിട്ട് കൊടുക്കാന്ന് നല്ല തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസയും അതുപോലെ തന്നെ ചിക്കൻ റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനെ കട്ട് ചെയ്യുന്നത് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എത്രയ്ക്കും ഇത് ക്രിസ്പി ആയിട്ടുണ്ടെന്ന് നിങ്ങളതൊന്ന് കണ്ടോളൂ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ചിക്കൻ റോളിൻ്റെ ഷീറ്റും സമൂസൻ്റെ ഷീറ്റും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള സമൂസയും ചിക്കൻ റോളും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്നിത് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ റംസാനിൽ നമ്മൾക്ക് ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.